അമ്മായി അച്ഛനോട് കാര്യം പറയേ. എന്ത് കാര്യം? അല്ല, ഏത് കാര്യം? ഏത് കാര്യമെന്നോ? ഞാൻ അച്ഛന്റെ മോള് തന്നെയാണെന്നും അന്ന് നടന്ന സത്യങ്ങളും അച്ഛനോട് പറയേ. എന്ത് സത്യങ്ങള്? പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, അല്ലാതെ വേറെന്താ? അമ്മായി എന്താ ഈ പറയുന്നത്? അമ്മായിന്നോ? നീ എന്നെ അമ്മായിന്ന് വിളിച്ചിട്ട് കാലം കുറെ ആയല്ലോ. ഇവക്കെന്തോ പറ്റിയിട്ടുണ്ട്, കിളി പോയതുപോലെ. വാക്ക് വ്യത്യാസം കാണിച്ചാണ്ടല്ലോ. നിനക്കും കുഴപ്പമുണ്ടോ? ചെറിയമ്മയ്ക്കും മകൾക്കും ഒരുപോലെയാണല്ലോ പിരി ഇളകിയിരിക്കുന്നത്. ചെറിയമ്മ, ഇവരെഴുതി തന്ന എഗ്രിമെന്റ് ഇവിടെ ഇല്ലേ? അതെടുത്തിട്ടോ. ശരി. എഗ്രിമെന്റോ? എന്ത് എഗ്രിമെന്റ്? നീ കാര്യം പറയേ. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇനിയും ചതിക്കല്ലേ. അച്ഛന് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. ചെറിയ മൂന്ന് വന്നോട്ടെ. ഇതാ പ്രതാപേട്ട. അച്ഛാ, അതൊന്ന് വായിച്ചു നോക്ക്. എന്താ ഇത്? നിനക്ക് എന്താ പറ്റിയേ? അച്ഛാ, ഇതൊരു പിന്നെയും ചതിച്ചതാ. ചതിച്ചെന്നോ? എടാ, ഇവർക്ക് രണ്ടുപേർക്കും എന്തോ മാനസിക പ്രശ്നമുണ്ട്. പിന്നെ പോരുത്. ചതിച്ച നിങ്ങൾ ഞാൻ കൊള്ളും. അച്ഛാ, നടന്നതൊക്കെ ഞാൻ പറയാം. ഞാൻ അച്ഛന്റെ മകള് തന്നെയാണെന്ന് തെളിയിക്കാൻ ഞാനും ഇവരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്തൊക്കെ വിട്ടുതരങ്ങളെ ഇവളി വിളിച്ച് പറയുന്നേ? പ്രതാപ, ഇവളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് കാണിക്കണം കേട്ടോ. ഇവക്ക് ഭ്രാന്ത് തന്നെയാ. ആ വഴക്കിന് ശേഷം ഇവൾക്കെന്തോ പറ്റിയതാ. മെന്റൽ ഡിസീസ് ആണെന്നാ തോന്നുന്നത്. മിണ്ടായിരിക്കടാ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മോൾ ഇതൊക്കെ ചെയ്തേ? എന്ത് ചെയ്തോന്ന്? ഇതെന്തൊരു കുരിശാ ദൈവമേ. അമ്പി ചേച്ചി, എല്ലാരും കൂടി ഇവനെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇവർക്ക് എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്.